റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൂട്ടബലാത്സംഗത്തിനിരയായ ആദിവാസി പെൺകുട്ടിയെ വിചാരണയ്ക്കിടെ കാണാതായതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേരള പട്ടിക ജനസമാജം. 2012 കാസർഗോഡ് അമ്പലത്തറ സ്വദേശിയെ കാണാതാകുന്നത്. വിചാരണയ്ക്കിടെ കോടതിയിൽ പെൺകുട്ടി ഹാജരാവാത്തതിനെ തുടർന്ന് കേസ് തള്ളിപ്പോവുകയായിരുന്നു. അർച്ചന രവീന്ദ്രനുണ്ട്. അതിനു മുൻപ് നമുക്കൊരു പ്രതികരണമുണ്ട്, അത് കേട്ടുവരാം. ോളം കേസുകൾ കാസർഗോഡ് ജില്ലയിൽ മാത്രം ഈ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 163 ആളുകളെ കാണാതായ കേസ് അൺഡിക്റ്റഡ് കേസായിട്ട് നിൽക്കുകയാണ്. അതിൽ 40 കേസ് സ്ത്രീകളാണ്, 22 കേസ് കുട്ടികളാണ്, 100ഓളം കേസുകൾ പുരുഷന്മാരാണ്. 13 വർഷമായി രണ്ടാമത്തെ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചു വരികയാണ്. ഒരു തുമ്പും പോലീസിന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. രണ്ടാമത്തെ കേസിൽ കുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി വിചാരണ സമയത്താണ് ഈ കുട്ടി അപ്രത്യക്ഷമാവുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് ആ കേസിലെ പ്രതികൾക്കാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സംശയം ആ പ്രതികൾ ഈ കുട്ടിയെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു അന്വേഷണവും അന്നും ഇന്നും നടക്കുന്നില്ല. ഓക്കെ, ഇതാണ് യഥാർത്ഥ സംഭവം. അതൊരു ദുരൂഹമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അർച്ചനയുണ്ട് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി. അർച്ചന, ഗുഡ് മോർണിംഗ്. അർച്ചന, വർഷങ്ങൾക്ക് മുമ്പ് 13 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. പക്ഷേ ചില കണക്കുകൾ പറയുന്നുണ്ട്. ആ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട പലരും അതല്ലാത്ത ആൾക്കാരും ഒക്കെ കാണാതാകുന്നു എന്നുള്ളത് ദുരൂഹമായി തന്നെ തുടരുന്നു. ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് അർച്ചന? അരുൺ, 2012 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. 17 വയസ്സുള്ള ആദിവാസി കുട്ടി മറ്റൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. തുടർന്ന് ആ വീട്ടിലുള്ള വീട്ടുകാർ പുറത്തുപോയ സമയം നോക്കിയാണ് പുറത്തു നിന്ന് വന്ന 3ഓളം പേർ ചേർന്ന് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. തുടർന്ന് കുട്ടി ഇത്തരത്തിൽ കുട്ടിയുടെ ആ ഒരു വീട്ടുകാരടക്കം ഈ ഒരു സഹായത്തോടെയാണ് അത്തരത്തിൽ കുട്ടി പരാതി കൊടുക്കുന്നത്. പോലീസിന് മുൻപാകെ പരാതി കൊടുക്കുന്നു. രാജപുരം പോലീസിന് മുൻപാകെ പരാതി കൊടുക്കുന്നു. ഈ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ രാജപുരം പോലീസ് 3ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു വിചാരണ വേളക്കിടെ പെൺകുട്ടിയെ കാണാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് വിചാരണ വേള നടക്കുന്നതിനിടെ പെൺകുട്ടി കോടതിയിൽ ഹാജരാകുന്നില്ല. തുടർന്ന് ഈ ഒരു കോടതിയിൽ ഈ ഒരു കേസ് തള്ളിപ്പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുന്നു. തുടർന്ന് അത്തരത്തിൽ 13 വർഷമായിരിക്കും ഇപ്പോഴും ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ആദിവാസി സംഘടനകൾക്കും നമ്മളോട് പറയുന്നത്. 13 വർഷം പിന്നിട്ടിരിക്കുന്നു. കേസിൽ യാതൊരു തുമ്പും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഈ ഒരു ആദിവാസി സംഘടനകൾ നിരന്തരം പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടുകൂടി ക്രൈംബ്രാഞ്ച് അടക്കം കേസ് അന്വേഷിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും അതിന് യാതൊരു വിവരങ്ങളോ അതിനെപ്പറ്റി യാതൊരു തുമ്പോ ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഇത്തരത്തിൽ ആദിവാസി സംഘടനകൾ പ്രതിഷേധവുമായി വീണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നതും. CBI അന്വേഷണം ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നു. എന്തായാലും 13 വർഷം മുൻപത്തെ ഒരു സംഭവമാണ്. ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏകദേശം 163ഓളം പേർ ഇത്തരത്തിൽ കാണാതാകുന്ന, ആദിവാസി മേഖലയിൽ ഇത്രത്തോളം ആളുകൾ കാണാതാകുന്ന സംഭവം കൂടെ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ 40ഓളം സ്ത്രീകൾ അടക്കമുണ്ട്. ഇവരുടെ കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ഇവരെവിടെ പോയി എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാനും സാധിക്കുന്നത്. എന്തായാലും 13 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ആ കേസിന് ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനും സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു അർച്ചന. ആ കേസിന് ഇതുവരെ പരിഹാരമായിട്ടില്ല. വിചാരണ വേളയിൽ കുട്ടിയെ കാണാതാവുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ. എന്തായാലും അത് പരിശോധിക്കേണ്ടതാണ്.